പിറന്ന നാടിന്റെ മോചനത്തിന് വേണ്ടിയും അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെയും പോരാടി രക്തസാക്ഷിത്വം വരിച്ച രക്തസാക്ഷികളുടെ ഓർമ്മകൾ അയവിറക്കുന്ന പുന്നപ്ര വയലാർ വാർഷിക വാരാചരണത്തിന് നാളെ സമാപനം. നാളെ വയലാറിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. നാളെ രാവിലെ 7 മണിയോടുകൂടെ പുന്നപ്ര രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖ പ്രയാണം ഉച്ചയോടെ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലെത്തും. മേനാശ്ശേരി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുള്ള ദീപശിഖയും വയലാറിലെത്തുന്നതോടെ വാർഷിക വാരാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനത്തിന് തുടക്കമാകും. വയലാർ വാരാചരണത്തിന്റെ ഭാഗമായി 10,000-കണക്കിന് വരുന്ന പുന്നപ്ര വയലാർ സമരസേനാനികളുടെ പിന്മുറക്കാരാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ എത്തിച്ചേരുന്നത്. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ വയലാർ രാമവർമ്മ അനുസ്മരണ സമ്മേളനം നടക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. പിന്നീട് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് 79ാമത് പുന്നപ്ര വയലാർ വാർഷിക വാരാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനത്തിന് തുടക്കമാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങി ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പ്രമുഖ നേതാക്കൾ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. വാരാചരണത്തിന്റെ ഭാഗമായി ഇന്നലെ മേനാശ്ശേരി രക്തസാക്ഷി മണ്ഡപത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടന്നു. ഇന്ന് വൈകിട്ട് മാരാരിക്കുളം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. കൈരളി ന്യൂസ്, ആലപ്പുഴ.